അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ചക്കായും ഉണക്കൽമീനും ചേർത്ത് നല്ലൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും തരും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി ഒരു 4 ഉണക്കൽ മീനും 2 പച്ചക്കായും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണക്ക അയിലയാണ്. ഏത് ഉണക്കൽ മീനും പറ്റും കേട്ടോ, പക്ഷേ എനിക്ക് ഒന്നുകൂടി രുചി തോന്നിയിട്ടുള്ളത് അയില മീനാണ്. ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പച്ചക്കായ ഇതേപോലെ കനം കുറച്ച് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറുത്ത് പോകാതിരിക്കാനും അതേപോലെ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അതേപോലെ ഉണക്കൽ മീനും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. ഒരയില ഒരു 3 കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ ഒരു 3 അല്ലി ചെറിയ കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം വാളംപുളി ആണെങ്കിലും മതി. അപ്പോൾ ഇത് കുതിർത്ത് വെക്കാനായിട്ട് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു വലിയ തേങ്ങയുടെ പകുതി ചുരണ്ടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം, വലിയ ജീരകം. അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടുണ്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഈ ഒരു രൂപത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 6ഓളം വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നാൽ ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറഞ്ഞ തീയിൽ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉടഞ്ഞൊന്നും പോകാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ അധികവും നമ്മുടെ ചുറ്റുപാടൊക്കെ കിട്ടുന്ന ഓരോ സാധനങ്ങൾ കൊണ്ടാണ് നമ്മളെ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണത്. അല്ലാത്ത ബിരിയാണി, നെയ്ച്ചോറ്, മറ്റുള്ള പിന്നെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോകളാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ വീഡിയോ കാണാറുണ്ട് കേട്ടോ. പ്രോത്സാഹനങ്ങളും അറിയിക്കാറുണ്ട്. ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ മടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആരും മടിക്കണ്ട കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. പിന്നെ ഒരു ലൈക്കും തന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് മൊത്തം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. നമ്മുടെ ഉണക്കൽ മീനിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് നടു കീറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാദ്യം പൊടികളിട്ട് വഴറ്റിയെടുത്തപ്പോൾ ഇട്ട് കൊടുക്കേണ്ടായിരുന്നു, അത് മറന്നു പോയതാട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. അപ്പോൾ കായൊരു പകുതിയിലധികം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൊണ്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ മാറ്റി വെച്ച കുടംപുളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം പാരുന്നില്ല കേട്ടോ, ഇതൊരു കുറുകിയ രൂപത്തിലാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇനി ഇത് മൂടി വെച്ചിട്ട് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് കായൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉണക്കൽ മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിൽ ഉണക്കൽ മീനിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഉണക്കൽ മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി തുറന്നു നോക്കാം. അപ്പോൾ ഉണക്കൽ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ പാത്രം ഒന്ന് ചുഴറ്റിയെടുത്ത വെള്ളമാണ്, ഒരു 1/4 കപ്പ് ഉണ്ടാവും, അതും ഒഴിച്ചു കൊടുക്കാം.
ഇനി കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. തേങ്ങ അരച്ചത് പാർന്നു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള വറവ് ചേർക്കാനുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 10ഓളം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വറ്റമുളക് ഒന്ന് കീറിയെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതിയേ, കരിഞ്ഞ് പോകരുത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കണ്ട് ഇരുന്നോട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി സൂപ്പർ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് രുചിയാട്ടോ. ഇത് കണ്ടില്ലേ, പച്ചക്കായും ഉണക്കൽമീൻ ചേർത്ത നല്ല രുചിയൂറും കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടത്. അപ്പോൾ പച്ചക്കായും ഉണക്കൽമീനും ചേർത്ത് നല്ലൊരു കറി നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.